നമ്മളൊരു സ്ഥലത്തോട്ട് പോവാണ്. നമ്മൾ വൈറ്റ് ഫീൽഡിലാണ് കേട്ടോ താമസിക്കുന്നത്, ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. പാർക്ക് എന്ന് പറയുമ്പോൾ ട്രീ പാർക്കാണ്, കടുകോടി ട്രീ പാർക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും മൈസൂരിലെ രാജാക്കന്മാർ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഒരു 1896 പ്രസൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്രീ പാർക്കാണ്. അപ്പോൾ പേര് പോലെ തന്നെ ഇവിടെ മരങ്ങളാണുള്ളത്. ഒരു ഫോറസ്റ്റ് തീമിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ. ഈവനിങ് വാക്കിനായാലും അല്ല കുട്ടികൾക്കായാലും ഒക്കെ കളിക്കാൻ പറ്റിയ രീതിയിലുള്ള ട്രീ പാർക്കാണ്. അതിൻ്റെ മതിലാണ് നമ്മൾ ഈ കാണുന്നത്. പുറമെ റോഡിന്ന് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഇത്. ഉള്ളിലോട്ട് അങ്ങനെ പോകുന്നും വേണ്ട, റോഡിന്ന് അടുത്ത് നിൽക്കുന്ന ഒരു പാർക്കാണ്. അപ്പം അതിൻ്റെ ആ ഒരു മതിലാണ് ഇങ്ങനെ കാണുന്നത് നമ്മൾ. അവിടെ ഫുൾ ഓരോരോ ആനിമൽസിൻ്റെ നല്ല രീതിയിൽ പിക്ചറൊക്കെ നമുക്ക് കാണാൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് വളരെ അടുത്താണിത്. അപ്പോൾ വൈറ്റ് ഫീൽഡ് പൊതുവേ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത് ഒരു അടിപൊളി അട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ എന്തായാലും ഇവിടെ വരുന്നവരും നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള ലാൽബാഗും അങ്ങനെയൊക്കെ അല്ലേ ബാംഗ്ലൂർ, കൂടുതലും പാർക്കിൻ്റെ ഒരു വിഭാഗത്തിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലെത്തി. പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ നിന്ന് വന്ന് കയറി അപ്പോൾ തന്നെ നിങ്ങൾക്ക് പാർക്കിംഗ് ലോട്ടിലോട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കിൻ്റെ എൻട്രൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇവിടെ പാർക്കിംഗ് ചാർജുണ്ട്. ബൈക്കിനാണെങ്കിൽ 10 റുപ്പീസും കാറിന് 20 or 30 ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും നമുക്ക് ടിക്കറ്റ് ബേസ്ഡ് ആണ് നമ്മൾ കയറുന്നത്. ഇപ്പോൾ ടിക്കറ്റിൽ കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റൊന്നുമില്ല, അഡൾട്ട്സിനാണെങ്കിൽ 10 റുപ്പീസാണ്. വളരെ ന്യായമായൊരു രീതിയാണ്, കുഴപ്പമൊന്നുമില്ല. 10 റുപ്പീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അകത്തോട്ട് കയറുമ്പോൾ ശരിക്കും വർത്താണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിലോട്ട് കയറുകയാണ്. ആ പോകുന്നതിൻ്റെ 2 സൈഡിലും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പച്ചപ്പുല്ലുമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികളും. അതേപോലെ ഇവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് മാള് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ആനിമൽസിൻ്റെ രൂപത്തിലാണ് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ആനിമൽസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് വെച്ചിട്ട്. ഇതൊരു ജസ്റ്റ് ഫോട്ടോ ബോർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുഖം വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട് ഓരോ ആനിമലിൻ്റെ തലയായിട്ട്. അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആൾ ഓടിപ്പോയി ആനയുടെ അവിടെ പോയി നിൽക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. കുട്ടികൾ മാത്രമല്ല വലിയവർക്കും നമുക്ക് ആ രീതിയിൽ തന്നെയാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ആ ഗേറ്റിൻ്റെ 2 സൈഡിൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ മരത്തിൻ്റെ മാതിരി ആണ് അവർ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. മരമല്ല കേട്ടോ, അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ടിക്കറ്റ് എടുക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ എൻട്രൻസിന് തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക, നമുക്ക് കയറുക, അത്ര തന്നെ ഉള്ളൂ. ഇവിടുത്തെ ഒരു ടൈമിംഗ് വന്നിട്ട് രാവിലെ 6 മണി മുതൽ 10 മണി വരെയും അതേപോലെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയും. ശരിക്കും മോർണിംഗ് വാക്ക് ഈവനിങ് വാക്ക് ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആണ് ഇവിടെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിലൊന്നും ഉണ്ടാവില്ല, ഫുൾ മരങ്ങളാണ്, നല്ല കാറ്റാണ്. ഇതാ കണ്ടില്ലേ, ഉള്ളിലിങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും പോകാവുന്ന രീതിയിൽ അവരിങ്ങനെ വാക്കിംഗ് ട്രെയിൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പോവാം. പിന്നെ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ ചെയ്യാം, പിന്നെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്. ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, എയർ ജിം ഉണ്ട്, അക്വാപഞ്ചർ വാക്ക് പാത്ത് ഉണ്ട്, അതൊക്കെ നമ്മൾ കാണിക്കാം കേട്ടോ. അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോൾ ഇവിടുത്തെ റൂട്ട് മാപ്പും ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ തിരികെ പോകാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ട്രീ പാർക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം ട്രീസാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതാണ് കേട്ടോ ഞാൻ റൂട്ട് മാപ്പ്. ട്രീസാണുള്ളത്. അപ്പോൾ ട്രീസിൻ്റെയൊക്കെ പേര് കറക്റ്റായിട്ട് അവർ ഓരോ ട്രീക്കും നമ്പർ ചെയ്ത് അതിൻ്റെ പേര് സൈഡിൽ ഇങ്ങനെ നെയിം ബോർഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം, വായിക്കാം. ശരിക്കും ഈ ബയോളജി പഠിക്കുന്നവരുണ്ടല്ലോ, ഐ മീൻ ഈ പ്ലാന്റ്സിനെയൊക്കെ പറ്റി പഠിക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാവും. പിന്നെ ഇവിടെ കാണാൻ കിട്ടുന്ന ആനിമൽസും അതുപോലെ ബേർഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും നമുക്ക് അവിടെ ഓരോരോ സ്ഥലത്ത് ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പക്ഷെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു. നമുക്കങ്ങനെ പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. നമ്മൾ വൈകിട്ട് ഒരു മഴ സമയമായിരുന്നു അതുകൊണ്ടാവും ബേർഡ്സൊന്നും അങ്ങനെ പുറത്ത് വന്ന് കണ്ടില്ല. ആനിമൽസും നമ്മളങ്ങനെ കണ്ടില്ല, ഒന്നിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ബട്ടർഫ്ലൈ ഇങ്ങനെ അവർ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഈ ജസ്റ്റ് പിക്ക് മാത്രമല്ല, അതിൻ്റെ ഫുൾ കാര്യങ്ങളും സയൻറ്റിഫിക് നെയിംസും ആ അനിമലിൻ്റെ പ്രത്യേകതയും ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആ നടക്കുന്ന സൈഡിൽ തന്നെ പല സ്ഥലത്തും അടുത്തടുത്ത് തന്നെ പല സ്ഥലത്തും ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇരിക്കാൻ പറ്റുന്ന നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണ്. ചുറ്റും പച്ചപ്പും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ബിസി ലൈഫിനിടയിൽ ഒന്ന് കാണാനും കണ്ണിനും മനസ്സിനൊക്കെ സുഖം തരുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്, ട്രീ പാർക്ക്. അപ്പോൾ ബാംഗ്ലൂർ വരണവർ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതങ്ങനെ അധികം ഞാൻ കേട്ടിട്ടുമില്ല സത്യം പറഞ്ഞാൽ. ഈ ട്രീ പാർക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കാണുന്നതാണ്. അധികം അങ്ങനെ വലിയ ഹൈപ്പ് കിട്ടിയിട്ടുള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് അവിടെ നമ്മൾ ചിൽഡ്രൻസ് പാർക്ക് കണ്ടിരുന്നു. അത് കണ്ടപ്പോഴേ മാളുവിനെ അങ്ങോട്ട് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വഴിക്കാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ചുറ്റും ഇങ്ങനെ വാക്കിംഗ് ട്രെയിൽസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കാം. നടക്കാനൊക്കെ വരുന്നവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നടക്കാം. ഇതിങ്ങനെ ഒരിടത്ത് തുടങ്ങി മറ്റിടത്ത് അവസാനിക്കണം അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. മുഴുവൻ ഈ മരങ്ങളാണ്, ഫുൾ നമുക്ക് ഈ പച്ചപ്പും കാര്യങ്ങളുമാണ് കാണാൻ പറ്റുക എവിടെ പോയാലും. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിൻ്റെ ആ ഒരു ലൈനിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്ന എല്ലാ അനിമലിൻ്റെയും ആൾ പോയിട്ട് ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ചെറിയ കുളം പോലെ കണ്ടത്. അവിടെ മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, നമ്മളൊന്നും കണ്ടില്ല. അങ്ങനെ നേരെ കാണുന്നതാണ് കേട്ടോ ചിൽഡ്രൻസ് പാർക്ക്. ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു പാർട്ട് അവർ ഓപ്പൺ എയർ ജിമ്മായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ എയർ ജിം എന്ന് പറയുമ്പോൾ അത് വലിയ ആൾക്കാർക്കായാലും ശരി, തീരെ കുഞ്ഞു കുട്ടികൾക്ക് പറ്റില്ല, കുറച്ചൊന്ന് വലിയ കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവർ ഓപ്പൺ എയർ ജിം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നടത്തുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് അക്യുപഞ്ചർ പാത്താണ്. അവിടെ കുറേ ഉരുളും കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് പറ്റിയ അക്യുപഞ്ചർ പാത്താണത്. അപ്പോൾ അവിടെ കൂടെ നടക്കാൻ വരുന്ന ഒരുപാട് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് തോന്നുന്നു വൈകിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കിപ്പോൾ പാരൻസിന് വേണേലും ഈ ഓപ്പൺ എയർ ജിമ്മിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം. അതേ സമയത്ത് കുട്ടികൾക്ക് അപ്പുറത്ത് പാർക്കിൽ പോയിട്ട് കളിക്കുകയും ചെയ്യാം. അപ്പം മാളും ഇതിൽ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാനിരിക്കുന്നതായിരുന്നു. ഇതൊന്നും മാളിന് പറ്റുന്നുണ്ടായിരുന്നല്ല. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ തനിയെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഇതാണ് പാർക്ക്. പാർക്കിൽ നല്ല പോലെ കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അത്യാവശ്യം നല്ല ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നല്ലൊരു പാർക്കാണ്. നമ്മൾ മുനിസിപ്പൽ പാർക്കിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു കേട്ടോ. അതിനേക്കാളും നല്ല വാസ്റ്റാണ് കേട്ടോ ഇവിടെ. ഇതാണ് അക്യുപഞ്ചർ പാത്ത് ഞാൻ പറഞ്ഞത്. ആ ഓപ്പൺ എയർ ജിമ്മിന് ചുറ്റും ഇവർ ഈ പാത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നടക്കാനായാലും ശരി, നമുക്ക് ഒരു മനസ്സിനായാലും ശരി, എല്ലാത്തിനും ഫിസിക്കലി മെൻ്റലി നല്ലൊരു ഉണർവ് കിട്ടാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ മുഴുവനായിട്ട് എനിക്ക് തോന്നുന്നു വൈറ്റ് ഫീൽഡാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഇത്രയും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. പൊതുവെ ബാംഗ്ലൂർ ഭയങ്കര ഞാൻ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസി ലൈഫാണ്. അതേപോലെ തന്നെ ഫുൾ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ റോഡും വെഹിക്കിൾസും കാര്യങ്ങളുമാണ് ഓർമ്മ വരിക. പക്ഷേ ഇവിടെ വൈറ്റ് ഫീൽഡ് എനിക്ക് തോന്നുന്നു നല്ലൊരു സ്ഥലമാണ്. കാര്യം ഇവിടെ ഫുൾ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നാൽ നമുക്ക് ബിസി ലൈഫാണോ എന്ന് വെച്ചാൽ ആണ് തന്നെ. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സ്ഥലമാണ്. ഒത്തിരി മരങ്ങളാണ്, ഇഷ്ടം പോലെ മരങ്ങളുണ്ട്. ഏറെക്കുറെ ഒരു 8000 മരങ്ങളാണ് ഈ ഒരു ട്രീ പാർക്കിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇത് ശരി ഞാൻ പറഞ്ഞല്ലോ, മൈസൂരിലെ മഹാരാജാക്കന്മാർ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുത്തതാണ് ഗിഫ്റ്റായിട്ട്. എന്നിട്ട് പിന്നീട് ഇത് ഫോറസ്റ്റ് ലാൻഡായിട്ട് നോട്ടിഫൈ ചെയ്യപ്പെട്ടു. ഇത് ഏറെക്കുറെ ഒരു 22 ഏക്കറോളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ 22 ഏക്കറിനകത്ത് 8000 ട്രീസ് വരെ ഉണ്ട്. അവർ നമ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഓരോന്നിൻ്റെ പേര് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അങ്ങനെ മാളുകൾ ഓടിക്കളിച്ച് ഓരോന്നായിട്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. നമ്മൾ വീക്കെൻഡിലാണ് കേട്ടോ പോയത്. ഒരു സാറ്റർഡേ ആണെന്ന് തോന്നുന്നു, അല്ല സൺഡേ ആണ്. അപ്പോൾ ആ സമയം ആയതുകൊണ്ടായിരിക്കും ഒത്തിരി കുട്ടികൾ കളിക്കാനുണ്ടായിരുന്നു. അവരുടെ പാരൻസും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് റഷായിട്ട് ഫീൽ ചെയ്യത്തുമില്ല. പിന്നെ ഈ ഒരു പാർക്കിൽ എനിക്ക് തോന്നിയ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല പാരൻസും ഒക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ സീസോയിലായാലും ശരി, കറങ്ങുന്ന ആ ഒരു സംഭവത്തിലൊക്കെ ആയാലും പാരൻസിനും ഇരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലേ സാധാരണ നമുക്ക് ചിൽഡ്രൻസ് പാർക്കിലൊക്കെ ഒരു സെക്യൂരിറ്റി കാണുമല്ലോ. അപ്പോൾ നമ്മൾ ആരെങ്കിലും അവിടെ കയറി ഇരിക്കുകയാണെങ്കിൽ ഉടനെ പറയില്ലേ ഇത് കുഞ്ഞുങ്ങളുടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വാർണിംഗ് ഒക്കെ തരും. ഇവിടെ അങ്ങനെ നോക്കാനും പറയാനൊന്നും ആരുമില്ല. അത് മാത്രമല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ നമ്മളൊന്നും ഇരുന്നു എന്ന് വെച്ചിട്ട് അത് ചീത്തയായി പോകത്തുമില്ല.
അപ്പോൾ അതേതായാലും നല്ലൊരു രീതിയാണെന്ന് എനിക്ക് തോന്നി. കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുമ്പോൾ അവർക്കും നല്ല രസമല്ലേ. അങ്ങനെ നമ്മൾ അടിപൊളിയായിരുന്നു. അവിടെ കുറേ നേരം കളിച്ചു. പാർക്കിൽ കളിച്ച് കഴിഞ്ഞ് മാള് പതുക്കെ ജിമ്മിലോട്ട് കയറി. മാളിന് പറ്റണ സാധനങ്ങളൊക്കെ വെറുതെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂഞ്ഞാല് പോലെയാണ് ശരിക്കും. ഒരുപാട് ആൾക്കാർ അവിടെ ജിമ്മിൽ വർക്കൗട്ടായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോയ സമയത്ത് ഒരു മഴക്കാലമായിരുന്നു, മഴയൊക്കെ ഉള്ള ദിവസമായിരുന്നു. നമ്മൾ പക്ഷേ പോയി കഴിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു ടൈമിലാണ് ചെറുതായിട്ടെങ്കിലും ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം മഴ എങ്ങാനും പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി നിൽക്കാൻ അങ്ങനെ വലിയ സ്ഥലമില്ല, ഫുൾ ഓപ്പൺ എയർ അല്ലേ. അപ്പം ചെടികളുടെ ഇടയിൽ നിന്ന് വലുതായിട്ട് നനയിലായിരിക്കും, എന്നാൽ കൂടി അങ്ങനെ നമുക്ക് ഒതുങ്ങി നിൽക്കാനായിട്ട് സ്ഥലമില്ല. ശരിക്കും ഈ വേനൽ സമയത്തൊക്കെ ഇവിടെ വരുന്നത് തന്നെയാണ് നല്ലത്. വേനൽ സമയത്താകുമ്പോൾ നമ്മൾ ചൂട് സമയത്ത് ഒരു ആശ്വാസമാവും ഈ ചെടികളുടെയൊക്കെ ഇടയിൽ. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അത് വഴിയേ പറയാം. ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ്, പക്ഷെ അതെന്തായാലും എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്യുന്നത്, അത് വഴിയേ പറയാം. അങ്ങനെ ഏതായാലും ഞങ്ങൾ ജിമ്മും പാർക്കും ഒക്കെ മാറി മാറി കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഈ ട്രീ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടപ്പോൾ ഇങ്ങനെ ചിൽഡ്രൻസ് പാർക്ക് അതിനകത്ത് ഇത്രയും നന്നായിട്ടുണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. കേട്ടിട്ടുണ്ടായിരുന്നത് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്രയും അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ സുഖമായിട്ട് ഓടിക്കളിക്കാം. പിന്നെ മണലിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സാൻഡ് പിറ്റ് ഏരിയയൊക്കെ സൈഡിലുണ്ട്. അപ്പോൾ അങ്ങനെ കളിച്ചാലും സാരമൊന്നുമില്ല, നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതെന്തായാലും സമ്മതിക്കണം. ഇത്രയും ഏരിയ ഉണ്ടെങ്കിലും നന്നായിട്ട് വലിയ ചവറുകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ അവർ കൊണ്ടുപോകുന്നുണ്ട്. നമുക്കിപ്പോൾ സ്നാക്കൊന്നും വിലക്കൊന്നുമില്ല, സ്നാക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് കറക്റ്റായിട്ട് അവിടെ ഓരോരോ സ്ഥലത്തും വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇടാൻ അങ്ങനെ വേറെ സ്ഥലം ഇല്ല എന്ന് വെച്ചിട്ട് അങ്ങനെ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് കറക്റ്റായിട്ട് ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതും ശരിക്കും പറയേണ്ട കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെയും കുറച്ചുകൂടെ ഒന്ന് നടക്കാമെന്ന് വെച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ കണ്ട ഈ പുറ്റൊക്കെ കണ്ടോ, ഇതുപോലെയുള്ള കുറേ പുറ്റുകളുണ്ട്. കുറച്ചൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ചിലതൊക്കെ നാച്ചുറലി ഉള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞ പോലത്തെ എന്ത് നല്ല സ്ഥലം എന്നറിയോ ഫോട്ടോ എടുക്കാനായിട്ട്. ഈ കാടിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാം അടിപൊളിയായിട്ട്. അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബ്രദറും കൂടെ നമ്മളോട് ജോയിൻ ചെയ്തു ആ സമയമായപ്പോഴേക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഇതാ ഞാൻ പറഞ്ഞ പുറ്റ്. ഇതിൽ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ സൈൻ ബോർഡിൽ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളേതായാലും ഒന്നിനെയും കണ്ടില്ല കേട്ടോ. ഭാഗ്യമുണ്ടെങ്കിൽ പാമ്പിനെയൊക്കെ കാണാം, ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാം. ഇതൊരെണ്ണം എടുത്തു പറയണം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി പോലെ ഇരിക്കുന്നുണ്ടോ, ഒരു മോൺസ്റ്ററിൻ്റെ ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ട്. ഞങ്ങൾ ശരിക്കും ഇത് പ്രതിമയാണെന്ന് വിചാരിച്ച്, എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനങ്ങും. അതാണ് അവിടുത്തെ ശരിക്കും അട്രാക്ഷൻ. അങ്ങനെ ഞങ്ങളൊന്ന് പേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ആൾ പേടിക്കുന്നതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തൊന്ന് കിട്ടിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. മാള് പോയിട്ട് തൊടുകയൊക്കെ ചെയ്തു. കണ്ടോ, കാണുന്ന ഒരു ഹട്ട് പോലത്തെ സ്ഥലം, അതാണ് ഇൻസെക്റ്റ് ഹോട്ടൽ എന്നാണ് കേട്ടോ പേര്. അതിനകത്ത് കുറേ ഇൻസെക്ട്സിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹണി ബീസും അതുപോലെ ഉറുമ്പുകളും അങ്ങനെ പല 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 ഇൻസെക്ട്സ് നമുക്ക് അതിനകത്ത് കാണാമെന്നാണ് പറയുന്നത്. ആ ഇൻസെക്ട് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗാർഡൻ സെറ്റപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗസേബോന്നോ അങ്ങനെ എന്തോ ആണ് പറയണത്, എനിക്കത് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. അവിടെ ചുറ്റും ഇങ്ങനെ നല്ല രീതിയിൽ ചെറിയ ചെറിയ ചെടികളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. ചെറിയൊരു ബെഞ്ച് പോലെ ഫുൾ ആ ഒരു ഗാർഡൻ ഏരിയ കംപ്ലീറ്റ് ആ ഒരു സെറ്റപ്പ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടുണ്ട്. അവിടെ നമുക്ക് നടന്നു കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയോ സ്നാക്ക് കഴിക്കുകയോ എന്താ വെച്ചാവാം. അത് നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് പേര് അങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒരുപാട് നടന്നിട്ട് ഇത് കാണുമ്പോൾ നല്ലൊരു ആശ്വാസമാണ്. ഇവിടെ വെച്ചാണ് ശരിക്കും നമുക്കൊരു അബദ്ധം പറ്റിയത്. ഇതിപ്പോൾ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫോണില്ലേ, അത് അവിടെ വെച്ച് മിസ്സായിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളത് അറിയുകയും ചെയ്തു. വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അറിയുകയും ചെയ്തു ഫോൺ മിസ്സായ കാര്യം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് സെക്യൂരിറ്റിനോടൊക്കെ പറഞ്ഞു. പക്ഷേ സെക്യൂരിറ്റി പറഞ്ഞു വെച്ചാൽ അവർക്ക് ചെക്ക് ചെയ്യാനൊന്നും വകുപ്പില്ല, അങ്ങനെയൊന്നും പറ്റില്ല, പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച സമയമാണ്. അത് കഴിഞ്ഞ് എന്തോ ഭാഗ്യത്തിന് നമുക്കത് തിരിച്ച് കിട്ടി കേട്ടോ.
അങ്ങനെ ഒരാൾ എടുത്തിട്ട് പോയതാണ്, അയാൾ തന്നെ തിരിച്ചുകൊണ്ട് തന്നു ഭാഗ്യത്തിന്. അങ്ങനെ പിന്നീടുള്ള വീഡിയോസൊന്നും വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു, നല്ല മഴയുമായി. അങ്ങനെ ട്രീ പാർക്ക് ഏതായാലും ഭയങ്കര മെമ്മറബിളായി എല്ലാ കാര്യം കൊണ്ടും. പക്ഷെ നല്ലൊരു സ്ഥലം തന്നെയാണ്, ഇവിടെ വരുന്നവരെന്തായാലും കാണണം, ഒരിക്കലെങ്കിലും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.